മഹാരാഷ്ട്രയിലെ ഫേമസ് ആയ മിസൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിസൽ എന്ന് പറഞ്ഞാൽ ചെറുപയറിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പയറാണ്. മോത്ത് ബീൻസ് അല്ലെങ്കിൽ മഡ്ക്കി എന്ന് പറയും. അത് നമ്മൾ ചെറുപയർ പച്ച കളറാണെങ്കിൽ ഇതൊരു മൺ കളറായിരിക്കും. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാത്രി മുഴുവൻ വെള്ളം അരിച്ച് വെക്കുക. അപ്പോൾ അതിൽ മുള വരും. മുള വന്ന പയർ നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അതവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് കുക്കറിലേക്ക് ഞാൻ വെന്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ കുക്കർ തന്നെ കഴുകിയിട്ട് വെച്ചതാണ്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 സവാള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് തിന്നായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതും കൂടി വഴറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച തക്കാളി ഒന്ന് നന്നായി തൊലി കളഞ്ഞതിന് ശേഷം മാഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇട്ടിട്ട് ഈ തക്കാളി ഇടുന്നതിന് മുമ്പേ ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊറിയാണ്ടർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പാക്കറ്റ് 10 രൂപയുടെ പാക്കറ്റാണിത്, മിസൽ മസാല എന്ന് പറഞ്ഞിട്ടുള്ള അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആംചൂർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം, ഡ്രൈ മാംഗോ പൗഡർ. പിന്നെ മിസൽ മസാല ഇതേപോലെ പാക്കറ്റ് വാങ്ങിക്കാൻ പറ്റും. അതില്ലെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ വറുത്ത് തേങ്ങയും കൊപ്രയൊക്കെ വറുത്തരക്കില്ല, അതേപോലെ വറുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ തക്കാളി ഇട്ട് നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതും കൂടി നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച മഡ്ക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുപയർ പോലെ തന്നെ ഉള്ളൊരു തരം പയറാണിത്. ചെറുപയറിൻ്റെ ഒരു മൺ കളറാണ് ഇതിനുണ്ടാകുക. അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്